ഹായ് എവരിവൺ, എൻ്റെ പേര് ആഞ്ചലീന ജെയ്സൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ തലവരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ജെയ്സൺ. ഇത് വൈഫ് മരിയ. ഞങ്ങൾ ആഞ്ചലീന ജെയ്സന്റെ പാരന്റ്സ് ആണ്. റേസ് ടു IAS മോഡൽ സിവിൽ സർവീസ് എക്സാം എഡിഷൻ 8-ൽ 8ാം റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു. എൻ്റെ മോള് റേസ് ടു IAS എക്സാമിൽ 8th റാങ്ക് നേടിയതിൽ സന്തോഷം. റേസ് ടു IASൽ വന്നതിന് ശേഷമാണ് അവൾ കൂടുതൽ പഠിക്കാനും കാര്യങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽ ആയി നോക്കാനും തുടങ്ങിയത്. അപ്പോൾ ഇത് കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ പരീക്ഷ എന്നെ എഴുതാൻ പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മയായിരുന്നു. അമ്മ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരീക്ഷ എഴുതിയത്. എനിക്ക് ഈ IAS ആവാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഈ പരീക്ഷ ജയിക്കോ എന്ന കൺഫ്യൂഷൻസ് എനിക്കുണ്ടായിരുന്നു. അതൊക്കെ കുറെ ക്ലിയർ ചെയ്യാൻ എനിക്ക് മോഡൽ എക്സാം എഴുതുന്നതിൽ കൂടെ സാധിച്ചു. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പായ പ്രിലിംസ്, അത് MCQ മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും നമുക്ക് ഡെയിലി ഇവർ നോട്ട്സ് സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് തരുമായിരുന്നു. അത് എല്ലാ ദിവസവും വായിക്കുന്നു. അതുപോലെ തന്നെ വീക്കിലി ഒക്കെ നമുക്ക് കുറെ ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. കിട്ടുമെന്ന് വിചാരിച്ചില്ലെങ്കിലും ഞാൻ പോയി പ്രിലിംസ് എഴുതി, അത് പാസ്സായി. പിന്നെ മെയിൻസിന് പഠിച്ചു തുടങ്ങി. മെയിൻസ് നമുക്ക് എഴുതാനുള്ള എക്സാം ആയിരുന്നു. ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് എല്ലാ ദിവസവും ഇവർ ഡെയിലി ഓരോ ക്വസ്റ്റ്യൻസ് ഇട്ടുതരും. അതിന് നമ്മൾ തന്നെ കണ്ടുപിടിച്ച് ഉത്തരങ്ങൾ എഴുതണമായിരുന്നു. അതിൽ കൂടെ കുറെ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ സാധിച്ചു. എൻ്റെ ഈ പരീക്ഷയിൽ ഞാൻ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരുന്ന പാർട്ട് ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ വിചാരിച്ച മാതിരിയൊന്നും ആയിരുന്നില്ല. അവര് ഇന്റർവ്യൂ എടുക്കുന്നവരെല്ലാവരും വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു നമ്മളോട് പെരുമാറിയത്. സിവിൽ സർവീസ് എക്സാമിൽ നമ്മള് ഇന്റർവ്യൂലൊക്കെ ചെയ്യണം അതുപോലെ തന്നെ യഥാർത്ഥ ശരിക്കുള്ള IAS ഓഫീസർക്കാരും IPSകാരൊക്കെ വന്നിട്ടാണ് നമുക്ക് ഇന്റർവ്യൂ എടുത്തത്. അപ്പൊ അവരായിട്ട് നേരിട്ടുള്ള സംസാരം എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ഇന്റർവ്യൂവിൽ പോയപ്പോൾ അവർ നമ്മളെ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമ്മൾ ഡ്രാഫ്റ്റിൽ എഴുതിയ കുറെ കാര്യങ്ങൾ, ഈ നമ്മുടെ സമൂഹത്തിൽ കുറെ പ്രശ്നങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം, അപ്പൊ അതിനെക്കുറിച്ച് അവർ കുറെ ചോദിച്ചു. ഈ ഇന്റർവ്യൂവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മള് നോ പറഞ്ഞാൽ പോലും ഇന്റർവ്യൂവിന് അതിന് പോലും നമുക്ക് ഒരു മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാലും അതിന് മാർക്കായിരുന്നു. എക്സാമിന് ശേഷം ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂവിന് നല്ല പേടിയായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്കൊരു കോൺഫിഡൻസ് ആയി, എനിക്കും പറ്റും, ഇനി ഞാൻ അടുത്ത എക്സാമിന് പാസ്സാവും, എനിക്ക് വിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞത്. പിന്നെ കൂടുതൽ പഠിക്കാനും കാര്യങ്ങൾ അറിയാനും ഒരു ആഗ്രഹം അവൾ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു. അവൾ ഇനി അത് ചെയ്യും, ഞാൻ നേടിയെടുക്കും തന്നെയാണ് അവൾ പറയുന്നത്. ഇന്റർവ്യൂ കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, പക്ഷെ ഇനി ഇന്റർവ്യൂ കിട്ടിയാലും ജയിച്ചില്ലെങ്കിലും അടുത്ത വട്ടം എന്തായാലും എഴുതി നല്ലൊരു സ്കോർ വാങ്ങുന്ന ഉറപ്പിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇങ്ങോട്ട് വരുന്നത്. എല്ലാവരും ഈ എക്സാം എഴുതണം എന്നാണ് അഭിപ്രായം. എഴുതി നോക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടോ കിട്ടില്ല എന്നല്ല, അതൊരു അനുഭവമാണ്. ഈ കൊല്ലം ഇനി പരീക്ഷ എഴുതുന്നവരോടും എനിക്കത് നിങ്ങൾ എന്തായാലും ഇത് എഴുതി നോക്കണം. കാരണം അത്രയും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. നമുക്ക് ജീവിതത്തെ കുറിച്ച് കുറെ നാൾ പഠിക്കാൻ, അതുപോലെ നല്ല ഒരു കോൺഫിഡൻസ് കിട്ടാൻ. ഇപ്പോഴേ ഇങ്ങനെ ഓരോരുത്തർ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതിൽ കൂടെ വലുതാവുമ്പോഴും വളരെ ഒരു പേടിയില്ലാതെ കോൺഫിഡന്റ് ആയിട്ട് നമുക്ക് മുന്നേറാൻ സാധിക്കും. അതുകൊണ്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം, എല്ലാവരും ഒരു വട്ടെങ്കിലും ഈ പരീക്ഷ ഒന്ന് എഴുതണം. കാരണം അത്രയും വർത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു ഇതെന്നാണ് എനിക്ക് പറയാനുള്ളത്.